ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്നൊരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോളേജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗമാണ്. ഈ നോളേജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും വാട്ട് ആർ ദി നോളജസ് അവൈലബിൾ ഇൻ ദി ഇൻ്റർനെറ്റ് അല്ലേ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള നോളജ് എല്ലാം ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഭാഗത്തെയാണ് നോളജ് റിസോഴ്സസ്. നമുക്ക് ആവശ്യമുള്ള റിസോഴ്സസ് നോളജ് റിസോഴ്സസ് കിട്ടുന്നതിനെയാണ് നോളജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതിൽ പല കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഇ ബുക്ക്, അതുപോലെ ഓഡിയോ, വീഡിയോ, വിഷ്വൽസ്, അങ്ങനത്തെ കുറേ കാറ്റഗറീസ് ഒക്കെയാണ് ഈ നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റിൽ വരുന്നത്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് മെയിനായിട്ട് എന്താണ് ഇ ബുക്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ്. എന്താണ് ഇ ബുക്ക്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഇ ബുക്ക് മീൻസ് ഇലക്ട്രോണിക് ബുക്ക് ആണ് അല്ലേ, ഓൺലൈൻ വഴിയുള്ള. അതിന് മുന്നേ നമുക്ക് നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. E-learning is use of technology to deliver solutions that enhance knowledge and performance. E-learning എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നോളജ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക ഒരു കാറ്റഗറി തന്നെയാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ, ഇലക്ട്രോണിക് ലേണിംഗ്. അപ്പം അതിൽ വരുന്നതാണ് നമുക്ക് ഇ ബുക്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പം ഇ ലേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ യൂസ് ഓഫ് ടെക്നോളജി ടു ഡെലിവർ സൊല്യൂഷൻ ദാറ്റ് എൻഹാൻസ് നോളജ് ആൻഡ് പെർഫോമൻസ്. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോളജും അതുപോലെ പെർഫോമൻസും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഇ ലേണിംഗിൽ മെയിൻലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ വരുന്നത് ഇലക്ട്രോണിക് ലേണിംഗ് ആണ്. അത് ടെക്നോളജി വഴിയോ അതോ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനം വഴിയോ നമ്മൾ അത് ആശ്രയിച്ചും കൊണ്ട് പഠിക്കുന്നതിനെയാണ് ഇ ലേണിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇ ലേണിംഗ് ഈസ് ആൻ ഇൻക്ലൂസീവ് ടേം ദാറ്റ് ഡിസ്ക്രൈബ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ദാറ്റ് ഇലക്ട്രോണിക്കലി ഓർ ടെക്നോളജിക്കലി സപ്പോർട്ട് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അതായത് ഇലക്ട്രോണിക് ഓർ ടെക്നോളജിക്കൽ വഴിയിൽ നമ്മുടെ പഠിക്കാനും അതുപോലെ ലേൺ ചെയ്യാനും നോളജ് വർദ്ധിപ്പിക്കാനും എല്ലാം സഹായിക്കുന്ന ടെക്നോളജിക്കൽ വേനെയാണ് നമ്മൾ ഇ ലേണിംഗ് എന്ന് പറയുന്നത്. അത് ടീച്ചിങ് ആയാലും ലേണിംഗ് ആയാലും ഒക്കെ അവരെ സഹായിക്കുന്നത് ഇലക്ട്രോണിക് മീഡിയ ആണ്. മെയിൻലി നമ്മുടെ ഗൂഗിൾ അതുപോലത്തെ സെർച്ച് എഞ്ചിൻസും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും ടെക്നിക്കൽ ഓർ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണെന്ന്. പോപ്പുലർ സെർച്ച് എഞ്ചിൻസ് ലൈക്ക് യാഹു, ഗൂഗിൾ എക്സെട്ര വി ആർ യൂസിങ് ഫോർ സെർച്ചിങ് നോളജസ് അല്ലേ. നോളജ് എല്ലാം സെർച്ച് ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ, യാഹു, ബിങ് ഇതുപോലത്തെയൊക്കെ സെർച്ച് എഞ്ചിൻസ് ഉപയോഗിച്ചിട്ടാണ് മെയിൻലി ചെയ്യുന്നത്. ഇവിടെ ഇ ലേണിംഗ് ആക്ടിവിറ്റീസ് ആർ സപ്പോർട്ടഡ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡെലിവറി മെത്തേഡ്സ് ആൻഡ് ടെക്നോളജീസ് സച്ച് ആസ് ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻറ്ററാക്റ്റീവ് ടെലിവിഷൻ, സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റ്, വെബ്-ബേസ്ഡ് കോൺഫറൻസ്, ഇലക്ട്രോണിക് ബുക്ക്, ഇ ബുക്ക്, വിർച്വൽ ക്ലാസ് റൂം, ഗ്രൂപ്പ് ആൻഡ് കൊളാബറേറ്റീവ് സോഫ്റ്റ്വെയർ, CD-ROM, DVD എക്സെട്ര. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ എന്തിൻ്റെ കാറ്റഗറി പറയുന്നുണ്ട്, നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്നത് ഇൻ്റർനെറ്റ് വരാം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരാം, ഇൻറ്ററാക്റ്റീവ് ടെലിവിഷൻ വരാം, സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റ് വരാം, വെബ്-ബേസ്ഡ് കോൺഫറൻസിങ് വരാം. അതിലൊന്ന് വരുന്നതാണ് ഒന്ന് ഇ ബുക്കായിട്ട് വരാം. അതുപോലെ വിർച്വൽ ക്ലാസ് റൂം, ഇപ്പോൾ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വിർച്വൽ ക്ലാസ് റൂംസ് വരാം, ഗ്രൂപ്പ് ആൻഡ് കൊളാബറേറ്റീവ് സോഫ്റ്റ്വെയർ, CD-ROM, DVD, ഇതെല്ലാം ഓഡിയോ ആൻഡ് വീഡിയോ ടൈപ്പ്, ഇതെല്ലാം നമുക്ക് നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റ് എന്ന് പറയും. നമുക്ക് എന്തൊക്കെ നോളജ് ഏതൊക്കെ വഴിയാണ് ഏതൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ടാണ് കിട്ടുന്നത് അതെല്ലാം നോളജ് റിസോഴ്സസ് ആണ്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഇ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇ ബുക്ക് എന്താണെന്നാണ് നമ്മൾ ഇതിൽ ഈ സെഷനിൽ നോക്കുന്നത്. ഇ ബുക്ക് സ്റ്റാൻഡ് ഫോർ ഇലക്ട്രോണിക് ബുക്ക്. ഇലക്ട്രോണിക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഒരു പ്രിൻ്റബിൾ ബുക്കാണ് അല്ലേ. എനിക്ക് പ്രിൻ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രിൻ്റബിൾ ബുക്കാണിത്. അപ്പം ഇതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക്കലി ഇതെല്ലാം സ്കാൻ ചെയ്തിട്ടോ അതുപോലെ ഇതൊരു PDF രൂപത്തിലായി കിട്ടുന്നതിന് എനിക്ക് എന്ത് പറയാൻ പറ്റും, ഇലക്ട്രോണിക് ബുക്ക് എന്ന് പറയാൻ പറ്റും അല്ലേ. ഈ ബുക്ക് ഈ മൊത്തം സിലബസ് ബുക്ക് ഞാൻ ഒരു PDF രൂപത്തിൽ ഒരു മൊബൈൽ ഡിവൈസസിലോ കമ്പ്യൂട്ടറിലോ അതുപോലെ ടാബ്ലറ്റുകളിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഡിവൈസസിലോ ഞാൻ വായിക്കുന്നതെങ്കിൽ അത് എനിക്ക് ഈ കണ്ടന്റ് ആണ് അല്ലേ, ഇലക്ട്രോണിക് കണ്ടന്റ്. ഞാൻ ഇലക്ട്രോണിക്കലിയാണ് അത് ലേൺ ചെയ്യുന്നതെന്ന് പറയും. ഇതെനിക്ക് ഫിസിക്കലി ഉള്ള ഒരു സാധനമാണ്, കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. അപ്പം ഇത് ഇ ലേണിംഗ് അല്ല. അപ്പം ഇ ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇ ബുക്ക് ഈസ് ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്.
അപ്പോൾ ഇ ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ബുക്ക് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കിനെയാണ് ഇ ബുക്ക് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ഫോർമാറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ആയിരിക്കും. ഇതെല്ലാം ഇലക്ട്രോണിക് ഫോർമാറ്റ് എന്ന് പറയുന്നത്. PDF ഇല്ലേ, അതെല്ലാം ഇലക്ട്രോണിക് ബുക്കാണ്. അതുപോലെ ഡോക്ക് അല്ലേ, നമ്മൾ ഡോക്ക് ഫയൽസ്, DOIC ഓർ DOCX ഡോക്സ് ഫയൽസ് ഒക്കെ നമ്മൾ പറയല്ലേ, വേർഡ് ഫയലെല്ലാം അതെല്ലാം ഡോക്സ്. അതുപോലെ PDF, ഇതെല്ലാം ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഇലക്ട്രോണിക് വെർഷൻ ഓഫ് ട്രഡീഷണൽ പ്രിന്റ് ബുക്ക് ദാറ്റ് ക്യാൻ ബി റീഡ് ബൈ യൂസിങ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ ബൈ യൂസിങ് ആൻ ഇ ബുക്ക് റീഡർ. അതായത് ഇത് ട്രഡീഷണൽ വേയിലുള്ള ബുക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫിസിക്കലായിട്ട് നമുക്ക് പ്രിന്റബിൾ ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക. ഇലക്ട്രോണിക് വഴിയിൽ, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇ ബുക്ക് റീഡ് ചെയ്യുന്ന റീഡബിൾ ഡിവൈസസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ എല്ലാം റീഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഫോർമാറ്റ് ചിലപ്പം ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലായിരിക്കും, PDF ഓ ഡോക്സോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഇ ബുക്കിനൊക്കെ വരുന്ന ഏതെങ്കിലും ഫോർമാറ്റുകളിലായിരിക്കും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. So, it is the electronic version of traditional book that can be read by using personal computer or by using e-book reader. അപ്പം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ ഇ ബുക്ക് റീഡറോ ഉപയോഗിച്ചിട്ട് റീഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് രൂപത്തിലുള്ള കണ്ടന്റ് ഉള്ള ബുക്കിനെയാണ് ഇ ബുക്ക് എന്ന് പറയുന്നത്. An e-book reader can be a software application for the use of computers such as Microsoft free reader application or ബുക്ക് സൈസ്ഡ് കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് യൂസ്ഡ് സോൾലി ആസ് എ റീഡിംഗ് ഡിവൈസ്. ഇവിടെ നമ്മൾ പറയുന്നത് an e-book can be a software application. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് കമ്പ്യൂട്ടറിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അക്രോബാറ്റ് റീഡർ, അതുപോലെ PDF റീഡർ അല്ലേ. നമ്മൾ PDF എല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മൊബൈലിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും WPS ഒക്കെ പോലത്തെ സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അഡോബ് റീഡേഴ്സ് ഉപയോഗിക്കാറുണ്ട്, അക്രോബാറ്റ് റീഡേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് PDF, നമ്മൾ ഈ ബുക്ക് എല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. ദി ബുക്ക് ക്യാൻ ബി റീഡ് ഓൺ കമ്പ്യൂട്ടർ. ഇ-റീഡർ മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്കെല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്കൊരു ഡിവൈസ് ഉണ്ട്. നമ്മളെ ഈ ബുക്ക് റീഡ് ചെയ്യുന്നത്, അതുപോലെ സ്റ്റോറീസ്, അതുപോലെ ഇതെല്ലാം ഈ കണ്ടന്റ് ആയിട്ട് നമുക്കൊരു ടാബ്ലറ്റ് പോലത്തെ രൂപത്തിൽ ഒരു ഇ-റീഡർ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെർച്ച് ചെയ്താലൊക്കെ കാണാൻ പറ്റും. ഇ ബുക്ക് റീഡർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും വാങ്ങിക്കാനും എല്ലാം പറ്റും. So the book can be read in the computer, e-reader, smartphone or tablet. അതിനാണ് ഇ-റീഡർ എന്ന് പറയുന്നതെന്ന് ആലോചിക്കുക. എസ്പെഷ്യലി ഫോർ ഇ ബുക്ക്. അതുപോലെ നമ്മൾ സ്റ്റോറീസ് എല്ലാം ഉണ്ടാവില്ലേ നമ്മുടെ, അതുപോലെ ഓൺലൈൻ വഴി കിട്ടുന്ന ഈ കണ്ടൻസ്, ഈ ബുക്സ്, ഈ സ്റ്റോറീസ്, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആ ഇ-റീഡറിൽ നമുക്ക് ബുക്ക് വായിക്കുന്ന പോലെ തന്നെ വായിക്കാം. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ സ്മാർട്ട് ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്, ഇതുവഴിയെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇ ബുക്ക് റീഡ് ചെയ്യാൻ പറ്റും. An e-book can be published in a different format, example PDF, rich text format, image files or others. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. .PDF റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡോക്സ് അല്ലോ, അതുപോലെ ഇതിൽ പറയുന്നുണ്ട് റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ്, അതൊക്കെ എല്ലാം ഡിഫറെൻറ്റ് ഫോർമാറ്റുകളാണ്. എങ്ങനെയാണോ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട്, ഇപ്പോൾ PDF ആണെങ്കിൽ PDF ആപ്ലിക്കേഷനിൽ സപ്പോർട്ട് ചെയ്യുന്നത് .PDF ഫയൽ ഫോർമാറ്റിലായിരിക്കും. ഇപ്പോൾ വേർഡിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് DOCX എന്ന് പറഞ്ഞ ഫയൽ ഫോർമാറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇമേജ് ആണെങ്കിൽ .jpg എന്ന് പറഞ്ഞ ഫോർമാറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഈ ബുക്ക് ക്യാൻ ബി പബ്ലിഷ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ്. ഏത് ഫയൽ ഫോർമാറ്റിൽ വേണമെങ്കിലും നമുക്ക് ഇ ബുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. യൂസേഴ്സ് ക്യാൻ പർച്ചേസ് ആൻ ഇ ബുക്ക് on a CD, but the most popular method of getting an e-book is purchase a downloadable file on e-book. നമുക്ക് ഇ ബുക്ക് എല്ലാം വേണമെങ്കിൽ ആമസോണൊക്കെ പോലത്തെ ആപ്ലിക്കേഷൻ ഇല്ലേ, അതിലെല്ലാം ഇ ബുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മളിപ്പം സാധാരണ ഒരു ബുക്ക് എടുത്ത് വായിക്കുകയാണ്, ഇപ്പോൾ ഒരു ഏതെങ്കിലും നോവലോ ഏതെങ്കിലും സാഹിത്യകാരൻ്റെ നോവലെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇ ബുക്ക് മേടിക്കാൻ പറ്റും. ആ ബുക്കിൻ്റെ തന്നെ ഈ വെർഷൻ ഉണ്ടായിരിക്കും. ആ വെർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ വഴി തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാൻ പറ്റും. അത് നമുക്കൊരു ബുക്ക് വായിക്കുന്ന പോലെ ഓരോരോ പേജും അത് ഹൈലൈറ്റ് ചെയ്തിട്ടും കോപ്പി ചെയ്തിട്ടൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും.
അതാണ് യൂസേഴ്സ് ക്യാൻ പർച്ചേസ് ഇ ബുക്ക് ഓർ CD, ബട്ട് ദി മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് ഇ ബുക്ക് ഈസ് ടു പർച്ചേസ് എ ഡൗൺലോഡബിൾ ഫയൽ ഓഫ് ഇ ബുക്ക് ഫ്രം വെബ്സൈറ്റ്. അതൊരു ഡൗൺലോഡബിൾ ഫയൽ ഫോർമാറ്റ് ആയിരിക്കും. അതൊരു സ്പെഷ്യൽ ഇ ബുക്ക് ആയിരിക്കും. അത് ആ ബുക്ക് മാത്രമായിട്ടുള്ളത്. അത് ഏത് ഫയൽ ഫോർമാറ്റിലും ഉണ്ടാവാം. അവർ ഏതിലാണോ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ ഫയൽ ഫോർമാറ്റിലേക്ക് അത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പം അതാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആമസോൺ അനൗൺസ്ഡ് സെല്ലിംഗ്. അത് ആമസോൺ എല്ലാം അത് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഒരു കമ്പനിയും കൂടിയാണ്. ഇ ബുക്ക് കണ്ടന്റുകളും ഇ ബുക്ക് സ്റ്റോറികൾ, നോവലുകളെല്ലാം ഇ ബുക്ക് വഴി അവർ സെൻഡ് ചെയ്യുക, അവർ കളക്ട് എന്താണ് പറയുക പർച്ചേസ് ചെയ്യാൻ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത പാരഗ്രാഫായിട്ട് പറയുന്നുണ്ട് ദേ എനേബിൾ ഓപ്ഷൻ സിമിലർ ടു ദോസ് പേപ്പർ ബുക്ക് റീഡേഴ്സ് ക്യാൻ ബുക്ക് മാർക്ക് പേജസ്. അതായത് നമുക്ക് അതിൽ പല ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇ ബുക്കിൽ പല ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ സാധാരണ നമ്മളെല്ലാം ഇതിൽ അണ്ടർലൈൻ എല്ലാം ചെയ്ത് വെക്കുക മെയിൻലി ചെയ്യാറ്. അതുപോലെ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, വേണ്ട പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു 50ാമത്തെ പേജിലേക്ക് പോകണമെങ്കിൽ പെട്ടെന്ന് 50ാമത്തെ പേജിലേക്ക് പോകാം. അതുപോലെ ഹൈലൈറ്റ് പാസേജ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, സേവ് ചെയ്യാം, ടെക്സ്റ്റ് എല്ലാം സേവ് ചെയ്ത് വെക്കാം, നോട്ട് മേക്ക് ചെയ്യാം, ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം, പേജ് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനത്തെ പല ഫീച്ചേഴ്സും ഈ ബുക്കിൽ അവൈലബിൾ ആണ്. There are currently 3 ways to read e-books എന്ന് പറയുന്നുണ്ട്. ഇവിടെ 2 ways പറയുന്നുണ്ട്. 2 വഴികളാണ് ഇ ബുക്ക് റീഡ് ചെയ്യാൻ പറയുന്നത് ആണുള്ളത്. ഒന്ന് പോർട്ടബിൾ ആൻഡ് ഒന്ന് ഓൺ PC ഓർ മാക് ഡിവൈസസ് ഉപയോഗിച്ചിട്ട്. ഇവിടെ പോർട്ടബിൾ ഇ ബുക്ക് റീഡിങ് ഡിവൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇ ബുക്കിന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ഇതുണ്ടായിരിക്കും. പ്രത്യേകമായിട്ട് ഇ ബുക്കിനായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇ ബുക്ക് എല്ലാം വായിക്കാം. പിന്നെ അതുപോലെ ഡിവൈസസും ഉണ്ട്. ഇ ബുക്കിന് വേണ്ടിയിട്ടുള്ള ഇ ബുക്ക് റീഡിങ് ഡിവൈസസും ഉണ്ട്. നമുക്ക് ബുക്ക് മാത്രം വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാബ് പോലത്തെ അതിന് മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസസ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചിട്ടുള്ള ഇ ബുക്ക് റീഡിംഗ് ആണ് ഈ പോർട്ടബിൾ ഇ ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓൺ PC ഓർ മാക്. നമ്മൾ PDF എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആ PDF റീഡേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് വായിക്കുന്ന അതിന്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സ്റ്റഡി മെറ്റീരിയൽ എല്ലാം വായിക്കുന്ന PC എന്ത് ചെയ്യും, നമ്മൾ ഡൗൺലോഡ് ചെയ്യും. PDF ഡൗൺലോഡ് ചെയ്തിട്ട് PDF റീഡർ ഉപയോഗിച്ചിട്ടാണ് വായിക്കുന്നത്. അതാണ് ഓൺ PC ഓർ മാക് സ്പെഷ്യൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓൺ PC ഓർ മാക് യൂസിങ് സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ആണ് രണ്ടാമത്തത്. ഒന്നാമത്തത് പോർട്ടബിൾ ആണ്. അത് തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും. ഇ ബുക്ക് മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരിക്കും പോർട്ടബിൾ ഇ ബുക്ക് റീഡിംഗ് ഡിവൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതാണ് 2 കാറ്റഗറി വരുന്നത്. പിന്നെ വരുന്നുണ്ട് ഫീച്ചേഴ്സ് ഓഫ് ഇ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് 5 പോയിന്റ്സ് വരുന്നുണ്ട്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇ ബുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ തന്നെ ടാഞ്ചബിലിറ്റിയാണ്. ടാഞ്ചബിലിറ്റി ഇൻ ദി സെൻസ് തൊടാൻ പറ്റുന്നതെന്നല്ല, നമുക്ക് എന്താ പറയുക, തൊടാൻ പറ്റുന്ന ടാഞ്ചബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടാൻ പറ്റുന്ന എല്ലാ ഉപകരണത്തിനെയാണ് നമ്മൾ ടാഞ്ചബിൾ എന്ന് പറയുന്നത്. ടാഞ്ചബിലിറ്റി ഈസ് ദി കപ്പാസിറ്റി ഓഫ് ബുക്ക് ടു കൺവേ ഇൻഫർമേഷൻ about itself through physical indications such as size and format. നമുക്കിവിടെ എന്ത് ചെയ്യാം, ആ ടെക്സ്റ്റുകളും എല്ലാം നമുക്ക് ഫിസിക്കലി എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാനും അതെല്ലാം സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്കത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം, അതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ആ ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടാഞ്ചിബിൾ രൂപത്തിൽ തന്നെ നമുക്ക് അത് പെരുമാറാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുക, അത് ആ ഈ ബുക്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളെ കോപ്പി ചെയ്യാൻ പറ്റും, നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പല ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കും ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം നമ്മൾ പറഞ്ഞ പോലെ. അപ്പം നമുക്കത് ആ ഒരു സെൻസിൽ പറയാൻ പറ്റും ഇറ്റ് ഈസ് എ ടാഞ്ചിബിൾ എന്ന് പറയാൻ പറ്റും ഈ ബുക്ക്. E-texts are often regarded as intangible. However, it is also tangible in different ways. ഈ ടെക്സ്റ്റിന് നമുക്ക് ഇൻടാഞ്ചിബിൾ എന്നും പറയാൻ പറ്റും. പക്ഷേ ചില രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കത് ടാഞ്ചിബിൾ എന്ന് പറയാൻ പറ്റും, ചില ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ. But still possess a physically that should be considered in their analysis. അപ്പം നമ്മൾ ശരിക്കത്തെ ഒരു ബുക്കിനെ നമ്മൾ ടാഞ്ചിബിൾ എന്ന് പറയാൻ പറ്റുക, പക്ഷേ ഇവിടെ നമുക്ക് ചില ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളിൽ ഇത് ടാഞ്ചിബിൾ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ബുക്കിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ. ഒരു സോഫ്റ്റ്വെയർ രൂപത്തിലുള്ള കാര്യം ഇൻടാഞ്ചിബിൾ ആണ്. പക്ഷേ നമുക്ക് ഇവിടെ ടാഞ്ചിബിൾ എന്ന് പറയാൻ പറ്റുന്നത് ഫിസിക്കൽ ഇൻഡിക്കേഷൻ, അതിൻ്റെ സൈസും ഫയൽ ഫോർമാറ്റ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല ഫീച്ചേഴ്സും അതിൽ എനേബിൾ ആണ്, അല്ല കോപ്പി ചെയ്യാനും അതുപോലെ ഹൈലൈറ്റ് ചെയ്യാനും എല്ലാം സാധിക്കും. ആ സെൻസിൽ നമുക്ക് ഇത് ടാഞ്ചിബിൾ ആണെന്ന് പറയാം.
ദെൻ രണ്ടാമത്തെ വരുന്നതാണ് ഒന്നാമത്തെ ടാഞ്ചബിലിറ്റി, രണ്ടാമത്തേത് ബ്രൗസബിലിറ്റി. നമുക്ക് ആ PDF ഫയലോ ഈ ബുക്കിൻ്റെ കണ്ടന്റിൽ ബ്രൗസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ബ്രൗസ് ചെയ്യാൻ സാധിക്കും. Browsability is the book's ability to provide random access through physical means such as flipping pages to move within the text. നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ബുക്ക് മറക്കുന്ന പോലെ ബ്രൗസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ ഈ ബുക്ക് ഇങ്ങനെ മറക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, പേജും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പേജസ് ബ്രൗസ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഫീച്ചറാണ് സെർച്ചബിലിറ്റി. ഇതെല്ലാം മറ്റുള്ള ഫീച്ചേഴ്സിന്, അതായത് നമ്മുടെ ട്രഡീഷണൽ ബുക്കിൻ്റെ ഒരു കൺസെപ്റ്റ് നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര പേജ് വേണമെങ്കിലും പെട്ടെന്ന് മറച്ചു പോകാൻ സാധിക്കും. അതുപോലെ സെർച്ച് ചെയ്യാൻ സാധിക്കും. എനിക്ക് ആ ടെക്സ്റ്റ് അതിലൊരു സെർച്ച് ഫയൽ, നമ്മളെല്ലാം PDF ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും, ഈ ബുക്കിൻ്റെ ഒക്കെ ഒരു PDF ഉപയോഗിക്കുമ്പോൾ അതിൽ സെർച്ചിൻ്റെ ബാർ ഉണ്ടാവും. അല്ലെങ്കിൽ Ctrl+F എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഫൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിലൊക്കെ നമുക്ക് വേണ്ട കണ്ടന്റ്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക വേർഡ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ സജഷൻ കാണിക്കും, ഇത്ര വേർഡ്സ് ഇതിൽ, ഇപ്പോൾ 60 വേർഡ്സ് സിമിലർ, നിങ്ങൾ അടിച്ച പോലെ 60 വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുന്നതിനനുസരിച്ച് അത് എവിടേക്കാണെന്നെല്ലാം പോകും. അപ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഭാഗമാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ബുക്കിൽ സാധിക്കും. So searchability is a feature available in all text through optical scanning. Searchability is aided in print reference work like dictionaries by visual formatting like alphabetization. അതായത് ABCD ആ സെക്ഷനിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അതിൻ്റെ ഫീച്ചറിലൂടെ നമുക്ക് അത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. എന്തൊക്കെയാണ് സെർച്ചിങ് റിസൾട്ടുകൾ ഉള്ളത്, നമ്മൾ സെർച്ച് ചെയ്താൽ എന്തൊക്കെ റിസൾട്ടുകൾ അവർ തന്നിരിക്കുന്നതെല്ലാം നമുക്കിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് അത് ആൽഫബറ്റിക്കൽ ലിസ്റ്റിൽ തന്നെ നമുക്കാക്കിയിട്ട് തരും. ഇപ്പം എക്സാമ്പിൾ ഒരു വേർഡൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ളത് നമ്മൾ ഏറ്റവും സിമിലർ ആയിട്ടുള്ള വേർഡ്, അതിനനുസരിച്ചുള്ള വേർഡുകളെല്ലാം സെർച്ചബിലിറ്റിയോടെ നമുക്ക് കിട്ടും. ദെൻ റെഫറൻസബിലിറ്റി, നമുക്ക് അതിൻ്റെ ബാക്കിൽ തന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്കുകളും അതുപോലെ ബിബ്ലിയോഗ്രഫി എല്ലാം അവൈലബിൾ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിലൊക്കെ ആണെങ്കിൽ അവരിപ്പോൾ ലിങ്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിക്ക് നേരിട്ട് തന്നെ പോകും. പക്ഷേ ബുക്കിലൊക്കെ ഒരു ലിങ്ക് നമ്മുടെ ബാക്കിൽ റെഫറൻസിൽ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. ഇതിവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ആ പേജിലേക്ക് ഡയറക്റ്റ് ഹൈപ്പർ ലിങ്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഹൈപ്പർ ലിങ്ക് ചെയ്തതും കൂടി ആയിരിക്കും ഈ ബുക്കിലെല്ലാം. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫറൻസ് ചെയ്യാൻ പറ്റും. ഈ കണ്ടന്റ് വേറൊരു ബുക്കിൽ നിന്ന് എടുത്താണെങ്കിൽ ആ ബുക്കിലേക്ക് പോകേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള പേജിലേക്കും പോവാം. ദെൻ ഹൈബ്രിഡബിലിറ്റി. ഹൈബ്രിഡ് മീൻസ് പറഞ്ഞാൽ പല ഫീച്ചേഴ്സും കൂടി ചേർന്നതെന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. Hybridity is the composite nature of books as being composed of various discourages field source and textual formulations, library collection and anthologies. For example, might include ഡിവൈസ് പോയംസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബുക്ക് വഴി പോയംസ് ആയാലും സ്റ്റോറീസ് ആയാലും അതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഇൻഫർമേഷൻസ് ആയാലും പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാതും നമുക്ക് ഈ ബുക്ക് രൂപത്തിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ ഹൈബ്രിഡബിലിറ്റി, പല രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിൽ കൂടുതൽ എന്നൊക്കെയുള്ള അർത്ഥം ഹൈബ്രിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് ഹൈബ്രിഡബിലിറ്റി. അപ്പോൾ നമുക്ക് പോയംസ് ആണെങ്കിലും സ്റ്റോറീസ് ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ജേണൽ ആർട്ടിക്കിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ റിസർച്ച് എന്തെങ്കിലും ബുക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ബുക്ക് രൂപത്തിൽ കിട്ടും. അപ്പം അതൊരു ഫീച്ചറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഫീച്ചർ വരുന്നത്: ടാഞ്ചബിലിറ്റി, ബ്രൗസബിലിറ്റി, സെർച്ചബിലിറ്റി, റെഫറൻസബിലിറ്റി ആൻഡ് ഹൈബ്രിഡബിലിറ്റി. ഇത്തരം ഫീച്ചേഴ്സാണ് ഈ ബുക്കിന് വരുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്കിതിൽ നോക്കാം. അപ്പോൾ നമുക്ക് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബുക്ക് എന്നുള്ള ഇതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു 12 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ഈ ബുക്ക്. നമുക്ക് ഈ ബുക്ക് എന്ന് പറയാൻ മനസ്സിലാവും എന്താണ്, ഇലക്ട്രോണിക്കലി ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് അല്ലേ. നമുക്കിപ്പോൾ ഇതുപോലെ പ്രിൻ്റബിൾ ആയിട്ടുള്ള ബുക്കല്ല, ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റീഡ് ചെയ്യുന്ന ബുക്കുകളാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ലോ അപ്ഡേറ്റ് കോസ്റ്റ്. ഇപ്പോൾ അതിൻ്റെ ഓതർക്ക് ആ ഒരു നമ്മൾ പറയുന്ന
ഈ ബുക്ക് അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ ബുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വരാറുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ബുക്കിനെ നമുക്കിപ്പോൾ അടുത്ത കൊല്ലം ചിലപ്പോൾ എന്തെങ്കിലും സിലബസ് മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യും, കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇൻഫർമേഷൻ ചിലപ്പോൾ പഴയ ഇൻഫർമേഷൻ ഒക്കെ എല്ലാം മാറ്റിയിട്ട് പുതിയ ഇൻഫർമേഷൻ വരും അല്ലേ. പുതിയ സർവേയുടെ റിസൾട്ടൊക്കെ നമുക്ക് പുതിയതായിട്ടൊക്കെ കിട്ടുക. അപ്പോൾ അത് അപ്ഡേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വരാറുണ്ട് അല്ലേ, വാട്സപ്പ് പോലത്തെ സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പോർട്ടബിൾ നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് അപ്പം തന്നെ ചെയ്യാം. അപ്പോൾ അതൊരു ഫിസിക്കൽ സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങണം. അപ്പോൾ ഒരു പ്രിൻ്റബിൾ ബുക്കാണെങ്കിൽ നമുക്ക് അതൊരിക്കലും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നമ്മൾ പുതിയത് മേടിക്കുക തന്നെ വേണം. പക്ഷേ ഈ ബുക്ക് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ ബുക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് ഓൺലൈൻ തന്നെ കിട്ടും. അപ്പോൾ അതിന് വേറെ എന്താണ് കോസ്റ്റ്, അത് ലോ അപ്ഡേറ്റ് കോസ്റ്റാണ്. അതായത് മറ്റേതിൻ്റെ അത്ര ഈ ബുക്ക് എനിക്ക് മാറ്റണമെങ്കിൽ ഈ ബുക്ക് മൊത്തമായിട്ട് എനിക്ക് മാറ്റണം. മറ്റേതാകുമ്പോൾ എനിക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇവിടെ രണ്ടാമത് പറയുന്നത് മൾട്ടിമീഡിയ ഫോർമാറ്റ്. മൾട്ടിമീഡിയ ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, PDF രൂപത്തിലായാലും JPG രൂപത്തിലാണെങ്കിൽ ഇതൊക്കെ മൾട്ടിമീഡിയ ആണ് അല്ലേ. അതുപോലെ അത് ഫോർമാറ്റിൻ്റെ രൂപത്തിൽ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ബുക്ക് രൂപത്തിൽ വേണം, CD രൂപത്തിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ വിഷ്വൽ രൂപത്തിൽ എനിക്ക് കിട്ടണമെങ്കിൽ അതും അവൈലബിൾ ആയിരിക്കും. ഇപ്പം വോയിസ് രൂപത്തിലാണെങ്കിൽ എനിക്ക് വോയിസ്, വീഡിയോ, ഇമേജ് ഇതെല്ലാം മൾട്ടിമീഡിയാസാണ്. ഇമേജ് ഫയല്, വീഡിയോ ഫയല്, വോയിസ് ഇതെല്ലാം മൾട്ടിമീഡിയ ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കും ഈ ബുക്കിൻ്റെ ഒക്കെ എല്ലാം കാര്യത്തിൽ. ഇപ്പം പല ബുക്സും അതിൻ്റെ കൂടെ തന്നെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തത് സെർച്ചബിൾ ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഫീച്ചറിൽ പറഞ്ഞാണ് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ സെർച്ച് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. ദെൻ കൺവീനിയൻറ്റ്, നമ്മുടെ കൺവീനിയൻ്റ് ആണ്. ഇതിന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ബുക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പോലെ എന്താണ്, ഇപ്പോൾ എനിക്കൊരു 10 ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ 10 ബുക്ക് കൊണ്ടുനടക്കണമെങ്കിൽ എനിക്കൊരു ബാഗ് തന്നെ ആവശ്യം വരും. അപ്പോൾ ഇവിടെ മൊബൈലിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻകൺവീനിയൻസ് ആയിട്ടൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എനിക്കൊരു ബാഗ് കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 ബുക്ക് കൊണ്ടുനടക്കണമെങ്കിൽ എൻ്റെ മൊബൈലിൽ തന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരിക്കും. അതിൽ ചെറിയൊരു ഭാഗം സ്പേസ് മാത്രം മതി ഈ കണ്ടന്റ്, ഈ ബുക്കുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലെനിക്ക് 100 കണക്കിന് ബുക്ക് സ്റ്റോർ ചെയ്യാം. ഒരു ലൈബ്രറിയിലുള്ള ബുക്കിന് അത്രയും സ്റ്റോർ ചെയ്യാൻ സാധിക്കും എൻ്റെ ഒരു മൊബൈൽ ഫോണിൽ. അപ്പം എനിക്ക് അത്രയും സ്പേസ് ഇവിടെ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നേരത്ത് വേണമെങ്കിൽ വായിക്കാം. എനിക്ക് എവിടെ പോവുകയാണെങ്കിൽ ഇത് കൂടെ കൊണ്ടുനടക്കാം. അപ്പോൾ എൻ്റെ കൺവീനിയൻസിന് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റുന്നതിനാണ് കൺവീനിയൻസ് എന്ന് പറയുന്നത്. അഞ്ചാമത് നമ്മൾ പോർട്ടബിൾ ഓൾറെഡി പറഞ്ഞാണ്. ഇത് പോർട്ടബിൾ ആണ്, മൊബൈലിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് അല്ലേ. നമ്മൾ അതുകൊണ്ട് പോർട്ടബിൾ ആണ്. സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബുക്ക് മാത്രം വായിക്കാനുള്ള ഒരു ഡിവൈസ് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പോർട്ടബിൾ രൂപത്തിൽ ഇത് കൊണ്ടുനടക്കാൻ പറ്റും. ദെൻ ലെസ് സ്പേസ് ഇവിടെ പറയുന്നുണ്ട്. കുറച്ച് സ്പേസ് മാത്രം മതി അല്ലേ. കുറച്ച് MB ഉണ്ടെങ്കിൽ നമുക്കൊരു PDF ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം. പക്ഷേ ഇതുപോലത്തെ ബുക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ഒരുപാട് സ്പേസും വേണം. സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സൂക്ഷിക്കണമെങ്കിൽ സ്പേസ് ഉണ്ടാവും. ഇവിടെ മൊബൈലിൽ കുറച്ച് സ്പേസ് മാത്രമാണ് എന്ത് വേണം ഇതിന് വേണ്ടതുള്ളൂ. ചെറിയ ഒരു 2 MBയോ 3 MB ഉണ്ടെങ്കിൽ നമുക്കൊരു ബുക്കെല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും, നമ്മുടെ മെറ്റീരിയൽസ്. ദെൻ പ്രിന്റ് ഓൺ ഡിമാൻഡ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നമ്മുടെ ഡിമാൻഡിന് നമുക്കൊരു ബുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ മാത്രം ഇവിടെ പ്രിന്റ് ചെയ്താൽ മതി. നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് മാത്രം നമുക്കൊരു ഡിമാൻഡുണ്ട് ബുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് അത് അവൈലബിൾ ആകാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം പ്രിന്റ് ചെയ്യാം. ദെൻ ഇൻറ്ററാക്ടിവിറ്റി, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യാം, അതിൽ ഹൈപ്പർ ലിങ്ക് വഴി അതിൻ്റെ സോഴ്സായ സൈറ്റിലേക്ക് ഇൻഫർമേഷൻ അതിൻ്റെ ബിബ്ലിയോഗ്രഫിയിലെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഇന്ന സൈറ്റിൽ നിന്ന് ഇത് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ തന്നെ അതിലേക്ക് പോവാം. അതുപോലെ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയിലേക്ക് പോയിട്ടുണ്ടാവും. അവരുടെ വെബ്സൈറ്റിലേക്ക് പോയി നമുക്ക് അപ്പം തന്നെ റെഫർ ചെയ്യാം, അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതെല്ലാം സാധിക്കുന്നതാണ് ഈ ബുക്കിൽ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ പേഴ്സണലൈസേഷൻ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഉപയോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്കിപ്പം ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് മോഡിലൊക്കെ ഉപയോഗിക്കാം. ലൈറ്റുള്ള സമയത്ത് വേറെ മോഡിൽ ഉപയോഗിക്കാം. രാത്രി ഉപയോഗിക്കണമെങ്കിൽ ഡാർക്ക് മോഡ് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. രാത്രി എങ്ങനെ യൂസ് ചെയ്യണം, ഒരു ഡാർക്ക് സ്ക്രീൻ എല്ലാം വന്നിട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ ചെയ്യാം. അപ്പം അങ്ങനത്തെ പേഴ്സണൽ രീതിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും ഈ ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ആഡ് ഓൺസ് പറഞ്ഞാൽ മെനി ഇ ബുക്സ് ഹാവ് സെർച്ചബിൾ ടെക്സ്റ്റ്, ഡിക്ഷണറീസ് ഓർ അതർ ഫീച്ചേഴ്സ്. ആഡ് ഓൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിൽ നിന്ന് പ്രത്യേകമായിട്ട് ആഡ് ചെയ്ത കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ഈ ബുക്കിനേക്കാളും ഈ ബുക്കിൽ അതായത് എക്സ്ട്രാ അതാണ് ആഡ് ഓൺസ്. എക്സ്ട്രാ ആഡ് ചെയ്ത കുറച്ച് ഫീച്ചേഴ്സാണ് ആഡ് ഓൺസ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും, സെർച്ചബിൾ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ഡിക്ഷണറി ഉണ്ടായിരിക്കും, അതുപോലെ അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും.
ഇപ്പോൾ സ്പെഷ്യൽ ഡിക്ഷണറി എല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ആഡ് ഓൺസ് ആണ്. പിന്നെ അതുപോലെ എന്ത് പറയാം നമുക്ക് ഇതിലുള്ള സെർച്ചബിൾ പറയാം. നമ്മൾ ഫീച്ചേഴ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ റെഫറൻസബിലിറ്റി, ബ്രൗസബിലിറ്റി, ടാഞ്ചബിലിറ്റി ഇതെല്ലാം ആഡ് ഓൺസ് ആണെന്ന് പറയാം. പിന്നെ നോ ഷിപ്പിംഗ് അല്ലേ. ഇവിടെ ആമസോണിൽ നമ്മളിപ്പോൾ ഒരു ഇ ബുക്ക് മേടിക്കുകയാണെങ്കിൽ അതിൽ ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ ബുക്ക് മേടിക്കുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ 40-50 രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടായിരിക്കും ഈ ബുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് നമ്മളെ പോസ്റ്റ് വഴി വരുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അപ്പോൾ അവിടെ ദർ ഇസ് നോ ഷിപ്പിംഗ് ചാർജ്. അപ്പോൾ അതിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. മറ്റേതിനെ പോലെ 2-3 ദിവസം പിടിക്കില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴാണ് വേണ്ടത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബുക്ക് ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ മൊബൈലിലേക്ക് ഈ ബുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ദർ ഇസ് നോ ഷിപ്പിംഗ് കോസ്റ്റ്. ദെൻ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി, ലാസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ഉണ്ട്. ബുക്ക് പോലെ എന്താണ് നമുക്കിതൊരു പറയാം, ഒരു പേജ് ഉണ്ടാക്കണമെങ്കിൽ എത്രയോ നമ്മൾ ട്രീസിൻ്റെ അല്ലേ അതെല്ലാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ഒരു പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ എത്രയോ മരം മുറിക്കണം എന്നൊക്കെ പറയാറില്ല, അതുപോലെ. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് എത്രയോ പേപ്പർ ഇവിടെ സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ്. PDF ദർ ഇസ് നോ വേസ്റ്റേജസ്. നമ്മളിപ്പോൾ ഈ ബുക്ക് എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ കളഞ്ഞിട്ടുണ്ട്, ഇത്രയും പേജ് വേസ്റ്റ് ആയി വരുന്നുണ്ട്, ഇത്ര പേപ്പേഴ്സ് വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു 1000 പ്രിന്റ് എടുക്കണമെങ്കിൽ ഇത്ര പേജ് വേണമെന്ന് ആലോചിക്കുക. അപ്പോൾ അതെല്ലാം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റും. PDF ആകുമ്പോൾ നമുക്ക് ആ ചിലവുകളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ലോ അപ്ഡേറ്റ് കോസ്റ്റ്, മൾട്ടിമീഡിയ ഫോർമാറ്റ്, സെർച്ചബിൾ, കൺവീനിയൻറ്റ്, പോർട്ടബിൾ, ലെസ് സ്പേസ്, പ്രിന്റ് ഓൺ ഡിമാൻഡ്, ഇൻ്ററാക്ടിവിറ്റി, പേഴ്സണലൈസേഷൻ, ആഡ് ഓൺസ്, നോ ഷിപ്പിംഗ് കോസ്റ്റ്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് നമ്മുടെ ഇ ബുക്ക് വരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ ബുക്ക് എന്നുള്ളത് കാറ്റഗറിയാണ്. ഫസ്റ്റ് കൊണ്ട് പറയുന്നത് നോട്ട് കൺവീനിയൻറ്റ് ടു റീഡ്. നോട്ട് കൺവീനിയൻറ്റ് ടു റീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ നമ്മൾ ബുക്ക് വായിക്കുന്ന ഒരു സുഖം ഒരിക്കലും ഈ ബുക്ക് വായിക്കുമ്പോൾ കിട്ടണമെന്നില്ല അല്ലേ. നമ്മൾ ഒരു ബുക്ക് വായിക്കുമ്പം അതിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു ഫീൽ കിട്ടാറുണ്ട്. ആ ബുക്ക് ഒരിക്കലും ഈ ബുക്ക് വായിക്കുമ്പോൾ കിട്ടണമെന്നില്ല. നമ്മൾ PDF ആണോ പഠിക്കുന്ന സുഖം, അതുപോലെ ബുക്ക് ആണോ പഠിക്കുന്ന സുഖം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ബുക്ക് പഠിക്കുന്ന അത്ര സുഖം PDF പഠിക്കുമ്പോൾ കിട്ടാറില്ല, എഫക്റ്റീവ് ആവാറില്ല. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് പറയാം. ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ടു റീഡ്. ദെൻ പ്രിഫർ പ്രിൻ്റബിൾ ടെക്സ്റ്റ്. നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യപ്പോൾ എന്താണ് പ്രിൻ്റബിൾ ടെക്സ്റ്റ് ആണ് അല്ലേ. നമുക്ക് ഒരു PDF മൊത്തം ഇങ്ങനെ ഇരുന്ന് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കുത്തിരുന്ന് വായിക്കുന്നതിനേക്കാൾ സുഖമൊക്കെ എന്താണ് നമ്മളൊരു ബുക്ക് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കംഫർട്ട് കിട്ടാറുണ്ട്. സോ ഇറ്റ് പ്രിഫർ പ്രിൻ്റബിൾ ടെക്സ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ പൈറസി ഇഷ്യൂസ് പറയുന്നുണ്ട്. പൈറസി ഇഷ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റോ അതുപോലെ അതുപോലെ ട്രേഡ് മാർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട്. പ്രിൻ്റബിൾ ബുക്ക് വേർഡ് പീപ്പിൾ ഹൂ വാണ്ട് ടു ഷെയർ, അതെന്തായാലും പീപ്പിളിന് മറ്റൊരു പീപ്പിളായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പൈറസി ഇഷ്യൂസ് വരാറുണ്ട്. നമ്മൾ കോപ്പി റൈറ്റ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ പൈറസി ഇഷ്യൂ വരാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഫിലിം എല്ലാം പറയാറുണ്ട് അല്ലേ, അത് വീഡിയോ ഫോർമാറ്റ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അതെല്ലാം പുതിയ ഫിലിം ഇറങ്ങുമ്പം നമ്മൾ അത് ഷെയർ ചെയ്ത് അതിൻ്റെ കോപ്പി ഷെയർ ചെയ്ത് പോകുമ്പോൾ അത് പൈറസി ഇഷ്യൂ ആണെന്ന് പറയാറുണ്ട്. അതുപോലെ ഇവിടെ ബുക്കിനും പൈറസി ഇഷ്യൂ വരും. പിന്നെ കോസ്റ്റ്ലിയാണ്. പല ബുക്കുകളും ഓൺലൈനിൽ അവൈലബിൾ ആവുന്നത് കോസ്റ്റ്ലി ആയിട്ടാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈ പ്രത്യേകമായിട്ട് ഈ ബുക്ക് വായിക്കാനുള്ള ഡിവൈസസ് മേടിക്കണം. അതുപോലെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ കോസ്റ്റ്ലിയാണ്. നമ്മൾ ബുക്ക് വാങ്ങിക്കുന്ന ഈ ബുക്ക് വായിക്കണമെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് കമ്പ്യൂട്ടർ അതുപോലെ റീഡിംഗ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡിവൈസസ് ഉണ്ട്. നമ്മളെ ഈ ബുക്കെല്ലാം റീഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഡിവൈസസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിക്കണമെങ്കിൽ അത് കോസ്റ്റ്ലി ആണെന്ന് പറയാം. പിന്നെ നോട്ട് കമ്പാറ്റബിൾ വിത്ത് PC. ചില ഫയൽ ഫോർമാറ്റ്സ് എന്ത് ചെയ്യാൻ PC ആയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറായിട്ട് ഫയൽ സപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ PDF അല്ലെങ്കിൽ വേർഡ് ഫയലൊക്കെ ഒരുവിധം എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന. അതിനും പുറമേ ആയിട്ട് ചില ഫയൽസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PDB, BBEB എക്സെട്ര അങ്ങനത്തെ ഫയൽ ഫോർമാറ്റ്സ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യണം. ചില കമ്പ്യൂട്ടറിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ സ്പേസ് ഉണ്ടാവില്ല, ചില മൊബൈലിൽ തന്നെ സപ്പോർട്ട് ചെയ്യാറില്ല ചില PDF ഫയൽസ് ഒന്നും. അപ്പോൾ പിന്നെ റിസ്ക്കിയാണ് ഇത്. എന്താണ് പറയുക, കൊണ്ട് നടക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി എല്ലാം ചേഞ്ച് ആകുമ്പം ഇങ്ങനത്തെ ഈ ഫയൽ ഫോർമാറ്റ് എല്ലാം ചേഞ്ച് വരും. അപ്പം നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ പഴയതായിട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയൊക്കെ ചേഞ്ച് ആകുമ്പോൾ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പഴയതൊന്നും ഉപയോഗിക്കാൻ പറ്റാണ്ട് പോകും. അപ്പോൾ അത് റിസ്ക് ആണെന്ന് പറയാം. നോട്ട് ഓൾ ബുക്ക് ഫോർമാറ്റ്സ് ആർ കമ്പാറ്റബിൾ. ആ സെയിം തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. നോട്ട് കമ്പാറ്റബിൾ വിത്ത് PC. പല ഫോർമാറ്റുകളും പല PC-യിൽ എന്താണ് പറയുക സപ്പോർട്ട് ചെയ്യണമെന്നില്ല.
പല ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്, PDF ഒക്കെ പോലത്തെ. ദെൻ ഐസ്ട്രെയിൻ, നമ്മൾ ഒരുപാട് ഡിവൈസസിലേക്ക് കണ്ണും വെച്ച് വായിക്കുമ്പോൾ ഒരു ബുക്ക് മൊത്തം വായിച്ച് തീരുമ്പോൾ നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ബുക്ക് എന്ന് പറയുന്നത്. ദെൻ ഡു നോട്ട് ഹാവ് ഡിഫൈൻഡ് ലൈഫ്, അതായത് ഒരു പ്രത്യേക, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജിയൊക്കെ എല്ലാം മാറുമ്പോൾ എന്ത് ചെയ്യും, ഇത് മാറിക്കൊണ്ടിരിക്കും, ഓരോരോ ഫയൽ ഫോർമാറ്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കതിന് പ്രത്യേക ഇത്ര കാലം കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പഴയ കാലത്തുള്ള ഫോർമാറ്റുകളെല്ലാം ഇപ്പോൾ മാറി പുതിയ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ അത് ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പ്രത്യേക ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത ടെക്നോളജി എന്താ വരിക എന്നുള്ളത് പറയാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ PC-യും ഇതുപോലത്തെ റീഡിങ് ഡിവൈസ് എല്ലാം ഔട്ട് ഓഫ് ഡേറ്റ് ആയിന്ന് വരും. പിന്നെ ക്യാൻ ഹാക്ക്ഡ്, അത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പർ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ടാവുന്നു റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ റെഫറൻസ് എല്ലാം പല സൈറ്റുകളിലായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഹാക്കിംഗ് സാധ്യതയുണ്ട് ഈ ഒരു. അപ്പം നമ്മളെ അത്ര സെക്യൂർഡ് അല്ല എന്ന് പറയാൻ പറ്റും, ക്യാൻ ബി ഹാക്ക്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത്ര സെക്യൂർഡ് അല്ല ഈ ബുക്ക്. നമ്മുടെ ഡിവൈസ് വരെ ചിലപ്പോൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ലൂപ്പ് ഹോൾസ് എല്ലാം വെച്ചിട്ട് ഹാക്കേഴ്സിന് നമ്മുടെ ഡിവൈസിൽ എത്തിപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്രയാണ് ഇതിൽ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. അപ്പം ഈ ബുക്കിൻ്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി ഈ ബുക്കാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് വരുന്നത് വാട്ട് ആർ ദി ഓഡിയോ ഇൻ ഇ ലേണിംഗ്, വീഡിയോ ഇൻ ഇ ലേണിംഗ്, അങ്ങനത്തെ കാറ്റഗറിയിലെല്ലാം വരുന്നുണ്ട്. അപ്പം ഇതിൽ കുറച്ച് പറയുന്നുണ്ട്, സൈറ്റ് വിത്ത് ഫ്രീ ഇ ബുക്സ്. ഇ ബുക്ക്, അതായത് കുറച്ച് സൈറ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇ ബുക്ക് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സ് പറയുന്നുണ്ട്. ഗൂഗിൾ ബുക്സ് പറയുന്നുണ്ട്, ഫ്രീ ടെക് ബുക്സ്, ഓർ റിയലി ഓപ്പൺ ബുക്സ്, ബുക്ക് ബൂൺ, ദെൻ 25 ഫ്രീ കമ്പ്യൂട്ടർ സയൻസ് ബുക്ക്, വിക്കി ബുക്സ്, ഫ്രീ ബുക്സ് ഫോർ ഡോക്ടേഴ്സ്, ഡേ ഫ്രീ ബുക്സ്, ദെൻ സിയവുല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്സ് പറയുന്നുണ്ട്, പ്രൊജക്ട് ഗുണ്ടർബർഗ്. ഇങ്ങനത്തെ എല്ലാം ബുക്സിൻ്റെ ഒരു, അതൊക്കെ ഫ്രീ ആയിട്ടുള്ള ഇ ബുക്ക് അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്ന സൈറ്റുകളും അതുപോലത്തെ അവരുടെ സോഫ്റ്റ്വെയർസും എല്ലാം ആണ്. അപ്പം എ കളക്ഷൻ ഓഫ് ഓവർ 16,000 ഫ്രീ ഇ ബുക്സ് ഫോർ ഓൺലൈൻ വ്യൂ ആസ് വെൽ ആസ് ഓഫറിംഗ് ഫോർ റീഡിംഗ് എന്ന് പറയുന്നുണ്ട്. ഏകദേശം 16,000 ഇ ബുക്ക് സൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ പോയിട്ട് ഇ ബുക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാൻ പറ്റുന്ന സൈറ്റുകൾ. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബുക്കിൽ ലാസ്റ്റായിട്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, ഈ ബുക്കെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബുക്കിൻ്റെ കാറ്റഗറിയിൽ റിസോഴ്സസ് അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഓഡിയോ എന്താണ്, വീഡിയോ വിഷ്വൽസ് എന്തൊക്കെയാണ് നോളജബിൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോസിൽ. ഇതിൽ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.